നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ 11ാം ദിവസം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം, ഇന്നോടുകൂടി നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് ഈ പ്രോഗ്രാമിൻ്റെ. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറു ചേമ്പ് കൊണ്ട് എങ്ങനെ മോരുകറി വയ്ക്കാമെന്നാണ്. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വിഭവത്തിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയ ചേരുവകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എന്തായാലും നാളെ മുതൽ നമ്മൾ അത്തം നാളെ തുടങ്ങാണ്. അത്തം പത്തോണം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ നാളെ മുതൽ ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാം വീണ്ടും വേറൊരു പ്രോഗ്രാം തുടങ്ങാണ്. അത്തം മുതൽ തിരുവോണം വരെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ പാചക വീഡിയോസുകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ തിരഞ്ഞെടുത്തിട്ട് ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇത്രയും സ്ക്രീൻഷോട്ട് 6 സ്ക്രീൻഷോട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ പോസ്റ്റ് ചെയ്യുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 22 പേർക്ക് സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ചെറു ചേമ്പ് കൊണ്ട് മോരുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറുചേമ്പ് അരിഞ്ഞ് കഴുകി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളിയുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊല്ലമുളക്, അതുപോലെ കരിവേപ്പില, ഉപ്പ്, കടുക്, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക്, കുറച്ച് നാളികേരം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ചട്ടി അടുപ്പത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുചേമ്പ് അതിലേക്ക് നമുക്കിടാം. ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് നന്നായിട്ട് വേവിക്കാതെ നമുക്ക് എന്തായാലും അത് മൊത്തം നമുക്ക് അതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് വേവിക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമുക്ക് എന്നിട്ട് അത് നമുക്ക് വെന്ത് വറ്റാം. അപ്പോഴത്തേക്കും നമുക്ക് നാളികേരം നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് ഉപ്പിടാം. മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം നമുക്കിടാം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് നമുക്കിടാം. ഇതിലേക്ക് നമുക്ക് ഇനി നമുക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി അതിലേക്കിടാം. ഇനി നമുക്ക് അരയ്ക്കാനുള്ള നാളികേരം അതിലേക്കിടാം. നമ്മൾ ഏകദേശം ഒരു ചെറിയൊരു നാളികേരമാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിടാം. ഇട്ടിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് വെണ്ണയോടുകൂടി അരച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച തൈര് നമുക്ക് എടുത്ത് ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഇത് തൈരോടുകൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിയിൽ പിരിപിരാന്നിങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് കറക്കിയെടുത്ത് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോഴത്തേക്കിനും നമ്മുടെ ചേമ്പൊക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അപ്പോഴത്തേനും വേവും. ചെറുചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി അരപ്പ് ചേർക്കാം. നമുക്ക് ഒരു ചെറിയ നാളികേരം എടുത്താണ് നമ്മൾ അരച്ച് എടുത്തത്. അരപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കാം. നമുക്ക് അതിനെ അരപ്പ് കൂട്ടിയിട്ട് അത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിച്ചു വെച്ച നമ്മുടെ ആ തൈര് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തിളപ്പിക്കേണ്ട. നമുക്ക് ഒന്ന് ചൂടായാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ അത് പൊട്ടിപ്പോകും. നമുക്ക് ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് വറുക്കാൻ വേണ്ടി. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിടാം. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിടാം. കുറച്ച് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കൊല്ലമുളക് ഇടാം.
ഒരു മൂന്നോ നാലോ കൊല്ലമുളക് നമുക്കതിലേക്ക് ഇടാം. കഴിഞ്ഞ് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. നമുക്കത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. നമ്മുടെ കറിയിലേക്ക് എടുത്ത് വയ്ക്കാം. നമുക്ക് കറിയിലേക്ക് ഈ കടുക് വറുത്തത് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നമുക്ക് ഇളക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ആ മോര് കറിയുടെ നല്ല മണം. എന്തായാലും ഇത് നമുക്ക് ഓണക്കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചെറുചേമ്പ് കൊണ്ട് ഇങ്ങനെ ഒരു മോര് കറി, നല്ലൊരു മോര് കറിയാണ്. നിങ്ങളൊക്കെ ഇതൊക്കെ ഈ ഓണക്കാലത്ത് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ഈ എന്താ പറയുക, ഈ മത്സരത്തിൻ്റെ നമ്മുടെ ലാസ്റ്റ് ദിവസം 11ാമത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കിയ ഒരു സൂപ്പർ കറിയാണിത്. എന്തായാലും വിഭവമാണ്, നല്ല വിഭവമാണ്. ഇനിയും ഇങ്ങനെയുള്ള കറികളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ നേരുന്നു. നാളെ അത്തമാണ്. നമുക്കിനി നാളെ കാണാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.